നമ്മളിന്ന് വൈകുന്നേരത്തേക്ക് ചായക്കൊരു പുട്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ചക്ക ഉണ്ടാകുന്ന സമയത്ത് ഒരു ചക്ക പറിച്ച് ഉണക്കി പൊടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിനി. അങ്ങനെ ചക്ക പുട്ടുണ്ടാക്കാന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഞാനിത് ഇത്ര പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ തേങ്ങയും കൂടി കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്, വെള്ളത്തിലേക്ക് ഇടാം. നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് വെള്ളത്തിൽ ഇടാക്കിയതാണ് കേട്ടോ. നമ്മൾ തേങ്ങ അടിയിൽ ഇടുന്നുണ്ട്. ഇത് തട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അടിയിൽ, അല്ലാതെ പിന്നെ താഴെ പോവില്ലേ. നമ്മളിന്ന് ചായക്ക് പിന്നെ വേറൊന്നും കണ്ടില്ല. അപ്പോൾ ഇത് പൊടിച്ച് വെച്ചിട്ടുണ്ടായതുകൊണ്ട് ഞാനിത് എടുത്തിട്ട് പുട്ടാക്കാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റാണ്. ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് അന്ന് കാണിച്ചിരുന്നു നിങ്ങളാ. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് ആവിയിൽ വെക്കുന്നു. വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ 4 മണി ചായ പുട്ട് റെഡി ആയിട്ടുണ്ട്. കട്ടൻ ചായയും പുട്ടുമാണ് ഇത്. നമ്മൾ പിന്നെ ചക്ക പൊടിച്ചിട്ട് ഉണ്ടാക്കിയ പുട്ടാണ്. ഉണക്കിയിട്ട് നമ്മളെല്ലാതിക്കലും കാണുന്നതാണ്. ചക്ക ഉണ്ടാകുന്ന സമയത്ത് പ്ലാവിൻ്റെ ഇടയിൽ ഇങ്ങനെ പഴുത്തിട്ടും ചീഞ്ഞിട്ടും പോകുന്നതാണ് ഈ ഒരു സാധനം. അപ്പം ഞാൻ പിന്നെ ചക്ക ഇത് പറിച്ചിട്ട് ഉണക്കിയിട്ട് വെച്ചിട്ട് മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചിട്ട് കൊണ്ടുവന്നതാണ്. ഇത് നല്ലൊരു സാധനമാണ് കേട്ടോ. പിന്നെ ഷുഗർ ഇങ്ങനെയെല്ലാം ഇല്ലവർക്ക് ഇതിനെ കൊണ്ട് ഉണ്ടാക്കി കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ ഇതാണ് പിന്നെ പുട്ട്. നല്ലൊരു മധുരവും കൂടി ഉണ്ട് കേട്ടോ. ഈ പിന്നെ ചക്ക പൊടിച്ചിട്ട് പുട്ടാക്കിയതിന് നല്ലൊരു ചെറിയൊരു മധുരമുണ്ട്. അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇത് ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഒരു നല്ല വീഡിയോ ആയി നാളെ കാണാം.